ഓം സദ്ഗുരുഭ്യോ നമ. സംപൂജ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ, നമുക്ക് ശുനശേഫന്റെ കഥയിലേക്ക് കടക്കാം. നമ്മള് ഇന്നലെ വായിച്ചു വന്നതിന്റെ ബാക്കി ഭാഗമായിട്ടുള്ളത്. വിശ്വാമിത്രന് ശുനശേഫൻ എന്നൊരു പുത്രനെ സ്വീകരിക്കേണ്ടി വന്ന കഥയാണ് ഇവിടെ പറയുന്നത്. എങ്ങനെ പുത്രനായിട്ട് അംഗീകരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാല്, ഈ ശുനശേഫന് തന്നെ അജീകർത്തൻ, ദേവരാജൻ എന്നിങ്ങനെ പേരുകളുള്ള, നമ്മൾ ഇതിനു മുമ്പേ ഇദ്ദേഹത്തിന്റെ കഥ അവലോകനം ചെയ്തിട്ടുണ്ട് 8-ാമത്തെ സ്കന്ധത്തിൽ തന്നെ. ശുനശേഫനെ ജ്യേഷ്ഠനായിട്ട് കൽപ്പിക്കണമെന്ന് ഈ മധുഛന്ദസ് തുടങ്ങിയ 100 പുത്രന്മാരോട് വിശ്വാമിത്രൻ ആവശ്യപ്പെട്ടു. അവര് 50 പേരെ അംഗീകരിച്ചില്ല, എന്നാൽ 50 പേരെ അംഗീകരിക്കുകയും ചെയ്തു. അതിന്റെ കഥ പറയുന്നത്, ഈ മാതാപിതാക്കൾക്ക് പുത്രസ്നേഹം ഉപേക്ഷിച്ച് ഹരിശ്ചന്ദ്രന്റെ യാഗത്തില് യാഗ പശുവായിട്ട് ശുനശേഫനെ വിറ്റു. നമ്മള് ഉദരരോഗം പിടിച്ച ഹരിശ്ചന്ദ്രന്റെ കഥ ഇതിനു മുന്നിൽ പഠിച്ചതാണ്. അപ്പോൾ തന്റെ പുത്രൻ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് യജിപ്പിക്കാമെന്ന് പറഞ്ഞു. പുത്രൻ വളർന്നു കഴിഞ്ഞ് പല പ്രാവശ്യം വരുണനെ കബളിപ്പിച്ചു. അവസാനം അദ്ദേഹത്തിന് ഉദരരോഗം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കുട്ടിയെ എടുത്ത് ദാനം ചെയ്ത് യാഗപ്പശു ആക്കാം എന്ന് സങ്കല്പിച്ചുകൊണ്ട് കുട്ടികളെ തേടി നടന്നപ്പോഴ് തന്റെ കുട്ടികളില് അധികം താല്പര്യമില്ലാത്ത ഒരു മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. അവര് ഹരിശ്ചന്ദ്രനിൽ നിന്ന് പണം വാങ്ങി തന്റെ പുത്രനായിരിക്കുന്ന ശുനശേഫനെ യാഗ പശുവായിട്ട് ഹരിശ്ചന്ദ്രന് കൊടുത്തു. ശുനശേഫൻ എന്ത് ചെയ്തു? വിശ്വാമിത്രനെ ശരണം പ്രാപിച്ചു. അദ്ദേഹം ദിവ്യമായ ഒരു മന്ത്രത്തെ ഉപദേശിച്ചു കൊടുത്തു ശുനശേഫന്. മന്ത്രജപത്താൽ സന്തുഷ്ടരായ ബ്രഹ്മാദി ദേവന്മാർ അവനെ ഹിംസിക്കാതെ തന്നെ ഹരിശ്ചന്ദ്രന് യാഗഫലം നൽകി. ഇതാണ് ഗുരുനാഥന്മാരുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. സർവദാ സമാശ്രയിച്ചു വിശ്വാമിത്രനെ ശുനശേഫൻ. നല്ലൊരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. നീ ഇത് നിരന്തരം ജപിക്കുക. ആ ജപം കൊണ്ട് ബ്രഹ്മാദി ദേവഗണമെല്ലാം സന്തുഷ്ടരായി. യാതൊരു വ്യക്തിയാണോ ഹോമത്തിൽ യജ്ഞപശുവിനെ ബലി കൊടുത്തുകൊണ്ട് സന്തുഷ്ടനാക്കേണ്ടത്, ആ ഭാഗത്ത് മന്ത്രം കൊണ്ട് ദേവന്മാരെ സംതൃപ്തരാക്കിയതുകൊണ്ട് അവരനുഗ്രഹിച്ചു. ഹരിശ്ചന്ദ്രന് വേണ്ട അനുഗ്രഹങ്ങളെ നൽകി. ശേഷം അദ്ദേഹത്തെ യജ്ഞപശുവായിട്ട് യൂപത്തില് കെട്ടിയിരിക്കുകയാണല്ലോ ആളാനം, അതിൽ നിന്ന് അദ്ദേഹത്തെ മുക്തനാക്കുകയും ചെയ്തു. അങ്ങനെ ദേവന്മാര് രക്ഷിച്ചതുകൊണ്ട് ദേവരാജൻ എന്ന് വന്നു. ഈ ദേവരാജനെ വിശ്വാമിത്രനാണല്ലോ കാരണം. വിശ്വാമിത്രനോട് കൂടി ശുനശേഫൻ പറഞ്ഞു, വിശ്വാമിത്രൻ തന്റെ മക്കളോട് പറഞ്ഞു, ഈ കുട്ടി വളരെ യോഗ്യനാണ്, ഇവരെ നിങ്ങളുടെ ജ്യേഷ്ഠനായിട്ട് കരുതുക എന്ന് പറഞ്ഞു. അതില് 50 പേര് അതിനെ എതിർത്തു. ആ എതിർത്തവരെയൊക്കെ നിങ്ങൾ മ്ലേച്ഛന്മാരായി പോകട്ടെ എന്ന് ശപിച്ചു. ബാക്കിയുള്ള 50 പേര് അത് അംഗീകരിച്ചു. അംഗീകരിച്ചവർക്കൊക്കെ ശ്രേയസ്സും പ്രേയസ്സും ഉണ്ടാകട്ടെ എന്ന് അദ്ദേഹം അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ അവര് ശുനശേഫനെ ജ്യേഷ്ഠനാക്കിക്കൊണ്ട് പിന്നീട് വളരെ നല്ല ഒരു ജീവിതം നയിച്ചു എന്ന് പറയുന്നുണ്ട് ഭാഗവതം അല്ലാതെ അന്യഗ്രന്ഥങ്ങളും. എന്തായിരുന്നാലും പിന്നെയും ഈ വിശ്വാമിത്രന് മറ്റു മക്കളുണ്ടായി. അഷ്ടകൻ, ഹരീതൻ, ജയൻ, ക്രതുമാൻ തുടങ്ങിയ മറ്റ് പല മക്കള് ജനിച്ചു. അത് ഭഗവാൻ വേദവ്യാസൻ പേരിന് ചില മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭഗവാൻ എഴുത്തച്ഛനും ഈ പേരുകൾക്ക് ചില മാറ്റം നൽകിയിട്ടുണ്ട്. ഇപ്രകാരം ചിലരെ ഭഗവാൻ ചിലരെ ഇപ്രകാരം കൂട്ടിച്ചേർത്തു വിശ്വാമിത്രൻ, ചിലരെ അതിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെ എന്തായിരുന്നാലും കൂട്ടിച്ചേർക്കലും ചിലരെ ശപിച്ചതും ചിലരെ അനുഗ്രഹിച്ചതും ഇതെല്ലാം കൂടിയായിട്ട് ആ കൗശികൻ ദേവരാജനെ അല്ലെങ്കിൽ ശുനശേഫനെ മുൻനിർത്തിക്കൊണ്ട് ആ കൗശികവർഗം വളരെ പ്രധാനികളായിട്ട് ഭാവിച്ചു എന്ന് പറയുന്നു. ഇത്തരം ദേവരാധാഖ്യനായാൻ ദാനാർത്ഥം രാധശബ്ദം ദേവരാധനെ ജ്യേഷ്ഠപുത്രനാക്കണമെന്നു കേവലോ പുത്രരോട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ.
50 പേരും അത് സമ്മതിച്ചു. ഇത് പുനരെ 50 പുത്രന്മാരും സമ്മതിക്കായ മൂലം മ്ലേച്ഛരായി പോകുന്ന ശപിച്ചാൻ അവരെയോ. ആശ്ചര്യമത്രേ മുനി തന്നുടെ തപോബലമോ. സമ്മതിച്ചവർക്കൊക്കെ വരവും നൽകിയിടിനാൻ. നമ്മൾ ഇവിടെ ചേർത്ത് വായിക്കേണ്ട ഒരു കഥയുണ്ട്. തപോബലം ഏറ്റവും ഉത്തുംഗമായ രീതിയിലുള്ള വ്യക്തിയാണ് വിശ്വാമിത്രൻ. അദ്ദേഹത്തിന്റെ സങ്കല്പം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തു വേണം അത് ചെയ്യാൻ സാധിക്കും. തപസ്സുകൊണ്ട് ദേവന്മാരെയും കീഴ്പ്പെടുത്തി അദ്ദേഹം ബ്രഹ്മത്വം സ്വീകരിച്ചു. ഏത് രീതിയിൽ നോക്കിയാലും സർവശ്രേഷ്ഠനാണ് ഭഗവാൻ വിശ്വാമിത്രൻ. പക്ഷെ ആ വിശ്വാമിത്രൻ ശ്രീരാമചന്ദ്രസ്വാമിയെ തന്റെ യാഗരക്ഷ ചെയ്യാൻ വിളിച്ചുകൊണ്ടു പോകുന്നുണ്ട്. അവിടെ നമ്മുടെ രാമായണം പറയുന്നില്ലെങ്കിലും ഭഗവാൻ വസിഷ്ഠ മഹർഷി, വിശ്വാമിത്രനും വസിഷ്ഠ മഹർഷിയും തമ്മിൽ ഭയങ്കര പിണക്കമാണ്. പക്ഷെ എന്നിരുന്നാലും വിശ്വാമിത്രന്റെ വൈഭവം എന്താണെന്ന് വസിഷ്ഠൻ ദശരഥന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തിനാണ് നിന്റെ പുത്രനെ ചോദിച്ച് അദ്ദേഹം ഇവിടെ വന്നത്? അദ്ദേഹത്തിന്റെ സങ്കല്പം കൊണ്ട് സാധിക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. പിന്നെ അങ്ങയുടെ പുത്രനെ കൂട്ടിക്കൊണ്ടു പോകാൻ വിളിക്കുന്നെങ്കിൽ അദ്ദേഹം വിശ്വാമിത്രനായതുകൊണ്ടാണ്. ഈ വിശ്വത്തിന് മിത്രമായ അദ്ദേഹത്തിന്റെ കർമ്മങ്ങളൊക്കെയും ലോകത്തിന് ശാശ്വത ശാന്തിയെ തരുന്നതായിരിക്കും. അങ്ങയുടെ പുത്രന്റെ മഹത്വം കൊണ്ടല്ല, അതിലും മഹത്വം വിശ്വാമിത്രന്റെ സങ്കല്പത്തിനുണ്ട് എന്ന് വസിഷ്ഠൻ പറയുന്നത് മൂലം ഭാഗവത രാമായണം ഒക്കെ അവലോകനം ചെയ്താൽ അത്ര വൈഭവമുള്ള വ്യക്തിയായിരുന്നു വിശ്വാമിത്രൻ എന്ന് അവസരോചിതമായിട്ട് രേഖപ്പെടുത്തിയതാണ്. ആശ്ചര്യമത്രേ മുനി തന്നുടെ തപോബലം. സമ്മതിച്ചവർക്കൊക്കെ വരവും നൽകിയിടിനാൻ. സമ്മതി ദേവരാധനഗ്രജനായി വാണാൻ. പിന്നെയും മുനിവര ഗോത്രങ്ങൾ നിരവധി നന്ദിച്ചു വർദ്ധിച്ചിതു ചൊല്ലുവാൻ പണിയത്രേ. അദ്ദേഹത്തിന് മറ്റു പുത്രന്മാരും സഹിതം ധാരാളമുണ്ട്. അഷ്ടകൻ തുടങ്ങിയവരുടെ പേര് പറയാൻ തന്നെ നമുക്ക് വളരെ പണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തിയാണ്. പിന്നെ അങ്ങ് ആയുസിന്റെ നന്ദനെന്ന കുശനോ. നമ്മള് ആയുസ്, സുധായുസ്, സത്യായുസ് എന്നവരുടെ പേര് പറഞ്ഞു വന്നപ്പോഴാണല്ലോ സന്ദർഭോചിതമായിട്ട് ഈ കഥയിലേക്ക് മാറിയത്. അവിടെ വീണ്ടും ആയുസിന്റെ പുത്രന്മാരുടെ കഥ പറയുകയാണ്. പിന്നെ അങ്ങ് ആയുസിന്റെ നന്ദനൻ നകുശനും, പിന്നെ അവൻ ക്ഷത്രവൃദ്ധൻ രാജിയും രംഭൻ താനും, പിന്നെ അങ്ങ് അനേനസുമെന്ന് അവരഞ്ചു പേരും ധന്യനാം ആയുസിന്റെ പുത്രന്മാർ അറിഞ്ഞാലോ. ക്ഷത്രവൃദ്ധന്റെ പുത്രനാകിയ സുഹോത്രന് പുത്രന്മാർ കാശ്യൻ, കുശൻ മൂന്നാമൻ ഗൃത്സമതന്, ശുനകൻ ഗൃത്സമതനന്ദനൻ, അവൻ മകൻ ശൗനകൻ മഹാമുനി ബ്രഹ്മാത്മാചാര്യനല്ലോ. ശൗനക മഹാമുനിയെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. വേദശാസ്ത്രങ്ങളെയെല്ലാം ഒരുപോണക്ക് അറിഞ്ഞ് നമുക്ക് ഭാഗവതത്തെ പറഞ്ഞു തരുന്നത് ശൗനക മഹർഷിയിൽ കൂടിയാണ്. ശൗനകാദികള് യാഗം ചെയ്യുന്നിടത്ത് എത്തിയ ആ സൂതൻ ഭാഗവതം പറയാൻ ഉള്ള കാരണം ഈ ശൗനകനാണ്. അദ്ദേഹത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അവിടെ പറഞ്ഞു വന്നത് പുരൂരവസിന്റെ ജ്യേഷ്ഠപുത്രനായ ആയുസ്, ആയുസിന്റെ പുത്രൻ രാജി, രാജി എന്ന പുത്രൻ രംഭൻ, രംഭന് ക്ഷത്രവൃദ്ധൻ എന്ന പുത്രൻ, അവിടെ സുഹോത്രൻ എന്ന പുത്രൻ, അദ്ദേഹത്തിന് കാശ്യൻ എന്ന പുത്രൻ, കാശ്യന് കുശൻ എന്ന പുത്രൻ, കുശന് ഗൃത്സമതൻ എന്ന പുത്രൻ, ഗൃത്സമത പുത്രൻ ശുനകൻ, ആ ശുനകന്റെ പുത്രൻ ശൗനകൻ. വേദാദി പുരാണങ്ങളുടെ അറിവ് നേടിയിരിക്കുന്ന നമുക്ക് ഭാഗവത്തെ കേൾക്കാൻ ഉപദേശിച്ച് തരാൻ കാരണഭൂതരായ ആ ഋഷീശ്വരനാണ് ആ ശൗനകൻ എന്ന് പറയുന്നത്. പിന്നെ കാശ്യന്റെ തന്നെ പുത്രന്മാരുടെ പുത്രന്റെ പരമ്പര പറയുകയാണ്. കാശിക്ക് പുത്രൻ രാഷ്ട്രൻ, രാഷ്ട്രന് പുത്രൻ ദീർഘതമസ്, അദ്ദേഹത്തിന് ധന്വന്തരി എന്ന പുത്രൻ, ധന്വന്തരിക്ക് കേതുമാൻ, കേതുമാന് ഭീമരഥൻ എന്ന പുത്രൻ, ഭീമരഥന് ദിവോദാസൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ദ്യുമാൻ, ദ്യുമാന്റെ പുത്രൻ പ്രദർധനൻ, പ്രദർധനന്റെ പുത്രൻ ശത്രുജിത്ത് എന്ന ഒരു മഹാത്മാവ്.
ശത്രുജിത്തിന്റെ പുത്രൻ അളർക്കൻ. അളർക്കന് 66,000 വർഷം അളർക്കൻ രാജ്യം ഭരിച്ചു. ആ യുവാവായി തന്നെ ഇരുന്നുകൊണ്ട് രാജ്യം ഭരിച്ച വ്യക്തിയാണ് അളർക്കൻ. ഇതിനിടയിൽ മറ്റു രാജാക്കന്മാരൊന്നും 66,000 വർഷത്തിനിടയിൽ മറ്റു രാജാക്കന്മാരൊന്നുമില്ല. അളർക്കൻ തന്നെ ഭരിച്ചു. പിന്നെ അളർക്ക പുത്രൻ സന്തതി, പിന്നെ സുനീതൻ, അദ്ദേഹത്തിന്റെ പുത്രൻ സുഖേതനൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ധർമ്മകേതു, പിന്നെ സത്യകേതു, അദ്ദേഹത്തിന് ദൃഷ്ടകേതു പുത്രൻ, അദ്ദേഹത്തിന്റെ പുത്രൻ സുകുമാരൻ, സുകുമാരന്റെ പുത്രൻ ഭർഗൻ, ഭർഗപുത്രൻ ഭർഗഭൂമി, കാശി ഭൂപതിയുടെ പുത്രരായ ഇവരെല്ലാം ക്ഷത്രവൃദ്ധരായ ആ വംശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നമുക്ക് വീണ്ടും അവലോകനം ചെയ്യാം.